ഇന്നെത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വൻ തിരിച്ചടി. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസിലും കൊല്ലം വിജിലൻസ് കോടതി തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം അനുവദിച്ചു. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും സ്വർണ്ണക്കൊള്ളയുമായും തന്ത്രിയുള്ള ബന്ധം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രിയും പുറത്തേക്ക്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ഠരര് രാജീവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നുൾപ്പെടെയുള്ള പ്രോസിക്യൂഷൻ വാദങ്ങൾ തള്ളിയാണ് കൊല്ലം വിജിലൻസ് കോടതി ദ്വാരപാലക കേസിലും കട്ടിളപ്പാളി കേസിലും ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. SITയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി. സ്വാഭാവിക ജാമ്യം അല്ലാതെ പ്രോസിക്യൂഷൻ വാദങ്ങൾ തള്ളി കോടതി ഈ കേസിൽ അനുവദിക്കുന്ന 2ാമത്തെ ജാമ്യം. നേരത്തെ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, S ശ്രീകുമാർ, D സുധീഷ് കുമാർ, N വാസു എന്നിവരും പുറത്തിറങ്ങിയിരുന്നു. പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കില്ലെന്ന് ഹൈക്കോടതി വിലയിരുത്തിയെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ ജാമ്യം ലഭിക്കുന്നത് അന്വേഷണ സംഘത്തെ കുഴക്കും. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടി എ പത്മകുമാറും കോടതിയെ സമീപിച്ചു. ഫെബ്രുവരി 19-ന് വിജിലൻസ് കോടതി ഹർജി പരിഗണിക്കും. KP ശങ്കരദാസിന്റെ ആരോഗ്യനില ചൂണ്ടിക്കാണിച്ചുള്ള ജാമ്യ ഹർജിയും ഈ ആഴ്ച കോടതിക്ക് മുൻപാകെ എത്തും. അതേസമയം സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വർണ്ണക്കൊള്ളയിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച കൽപേഷിനെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തേക്കും. 24 കൊല്ലം, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.